തരൂരിന് പിന്നാലെ കോൺഗ്രസിനെ വെട്ടിലാക്കി മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സംസ്ഥാനത്ത് ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് മറികടന്ന് കോൺഗ്രസ് ഐക്യത്തോടെ മുന്നോട്ട് വരുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ പ്രതികരണം. കോഴിക്കോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ശശി തരൂരിനോട് മയപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ നേതൃദാരിദ്ര്യം ഉണ്ടെന്നതടക്കമുള്ള പ്രസ്താവന നടത്തിയിട്ടും കടുത്ത പ്രതികരണത്തിന് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ തയ്യാറായില്ല. അതേസമയം പ്രവർത്തക സമിതിയിൽ കേരളത്തിൽ നിന്നുള്ള 3 അംഗങ്ങളിൽ ഒരാളായിട്ടും പാർട്ടി കാര്യങ്ങളിൽ കൂടിയാലോചന ഇല്ലാത്തതാണ് തരൂരിന്റെ വിമർശനങ്ങൾക്ക് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ശശി തരൂരിന്റെ ഇംഗ്ലീഷ് ദിനപത്രത്തിലെ അഭിമുഖത്തിന് വിമർശിക്കുന്നവരെ ഇല്ലാതാക്കുന്ന പാരമ്പര്യം കോൺഗ്രസിനില്ലെന്നായിരുന്നു AICC സംഘടനാകാരി ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. ചെറിയ പ്രശ്നങ്ങളാണ് വലുതായി ഉയർത്തിക്കാട്ടുന്നതെന്നും KC വേണുഗോപാൽ പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ഏത് ഭാഗത്തുനിന്ന് വിമർശനം കോൺഗ്രസിനകത്തുണ്ടായാലും അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ഒരാളെ സൈലന്റ് ചെയ്യാനോ ഒരാളെ ഒഴിവാക്കാനോ ഒരാളെ ഇല്ലാതാക്കാനോ ചെയ്യുന്ന അത് CPMന്റെ ശൈലിയാണ്, അത് ഞങ്ങളുടെ ശൈലിയല്ല. വിമർശനങ്ങളെ ഏത് രീതിയിലായാലും നന്മയുള്ള വിമർശനമാണ്. പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിൽ ഞങ്ങളിപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് കേരളത്തിൽ നിൽക്കുന്നത്. കൊച്ചു അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ലാന്ന് വിചാരിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. തരൂരുമായി ബന്ധപ്പെട്ട വിവാദത്തിന് താനില്ലെന്നും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിലുണ്ടെന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. പാർട്ടിയിൽ എല്ലാ നേതാക്കളും അനിവാര്യരാണ്. എല്ലാവരും ഒരുമിച്ച് പോകുന്ന അന്തരീക്ഷമാണ് ഉണ്ടാകേണ്ടത്. ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിനും ഞാനില്ല. ഇന്റർവ്യൂ നടത്തിയ ആളിനോട് ഞാൻ സംസാരിച്ചതാണ്. അവർ തന്നെ എന്നോട് പറഞ്ഞത് അതിന് മുമ്പ് നടത്തിയ ഇന്റർവ്യൂ ആണ്. CPMന്റെ അജണ്ട എന്ന് പറയുന്നത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ്. പാർട്ടിക്കുള്ളിലെ നിലവിലെ വിവാദങ്ങൾ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്നും ആഭ്യന്തര പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ പരിഹരിക്കണമെന്നുമായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. തനിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്നും എന്നാൽ അത് പാർട്ടിക്കുള്ളിലെ പറയൂവെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി. ഇതൊക്കെ തന്നെ താൽക്കാലികമായിട്ടുള്ള ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. എനിക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ പാർട്ടിക്കുള്ളിലാണ് ഞാൻ പറയാറ്. ഞാൻ പരസ്യമായിട്ട് പറയാറില്ല. എനിക്ക് പലരോടും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. അതൊക്കെ തന്നെ സംഘടനാപരമായ കാര്യങ്ങളാണ്. പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട പാർട്ടിക്കുള്ളിൽ മാത്രമേ ഞാൻ ചർച്ച ചെയ്യാറുള്ളൂ. തരൂർ കോൺഗ്രസ് വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഒരു വശത്ത് ശക്തമായിരിക്കെ പ്രകോപനങ്ങൾക്ക് അവസരമുണ്ടാകാതിരിക്കാൻ വിവാദങ്ങളിൽ ജാഗ്രതയോടെയാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ. ന്യൂസ് 18 തിരുവനന്തപുരം.